ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് പുലാവാണ്. മഷ്റൂം, കോളിഫ്ലവറൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുലാവ് ബിരിയാണി നമ്മൾ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലയുടെ ഒപ്പം അരി വേവിക്കുന്നു എന്നുള്ളതാണ് പുലാവിൽ. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അരി നേരത്തെ വേവിച്ച് വെച്ചു. ഇത് നമ്മൾ ചൂടുകട്ടിയുള്ള പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒപ്പം നമ്മൾ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കും ഫ്ലേവറിന് വേണ്ടിയിട്ട്. ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ ഈ പുലാവ് ബിരിയാണി ഒന്നും നമ്മുടെ റെസിപ്പികളല്ല, നമ്മുടെ വിഭവങ്ങളല്ല. പക്ഷെ അതിനെ നമ്മൾ സ്വന്തം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. പുലാവിനേക്കാളും കൂടുതൽ ബിരിയാണിയെയാണ് നമ്മൾ സ്വന്തം പോലെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടേതായ സ്വന്തം റെസിപ്പികളും ഉണ്ട്. ഒന്നും എക്സാക്റ്റ് ബിരിയാണി റെസിപ്പി അല്ലെങ്കിലും എല്ലാം നല്ല ടേസ്റ്റി റെസിപ്പികൾ തന്നെ. അപ്പം നമ്മൾ ഇതിലേക്ക് വഴണയില ഇട്ടു, പിന്നെ നമുക്ക് സർവ്വസുഗന്ധി ഇടാം. പട്ട, ഗ്രാമ്പ്, ഏലക്കയൊക്കെ ഇടുന്നതിനേക്കാളും നല്ലതാണ് ഇല ഇടുന്നത്. ഇല ഇട്ട് കഴിഞ്ഞാൽ അതിന് ഫ്ലേവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് എടുത്ത് കളയാൻ പറ്റും. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൊക്കെ ഇങ്ങനെ ചോറിൻ്റെ ഇടയിൽ ഇങ്ങനെ അത് കടിക്കുമ്പോൾ മൊത്തം ആ റൈസിൻ്റെ ടേസ്റ്റ് പോയി കിട്ടും. നമ്മൾ എത്ര എടുത്ത് കളഞ്ഞാലും ചിലപ്പോൾ ഒരെണ്ണമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഇടാതിരിക്കുക, ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോരി മാറ്റുക. നമുക്ക് ഈ ഫ്ലേവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം സവോളയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 വലിയ സവോള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നിങ്ങനെ ലൈറ്റായിട്ട് നമുക്ക് ഒരു ബ്രൗൺ കളറിലേക്ക് തുടങ്ങുമ്പോൾ നമുക്ക് ചേർത്ത ഇലകളൊക്കെ മാറ്റിക്കളയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പട്ട, ഗ്രാമ്പ്, ഏലക്കയുടെ ഫ്ലേവർ വേണം, പക്ഷെ അത് കടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എണ്ണയിൽ ആദ്യം അതിട്ട് മുപ്പിച്ചതിന് ശേഷം അത് നമ്മൾ കോരി മാറ്റിയിട്ട് ബാക്കി ചേരുവകൾ ചേർക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും, നമുക്കതൊന്നും കടിക്കേണ്ട ആവശ്യം വരില്ല. അതിന് ശേഷം സവോളയൊന്നും ബ്രൗൺ ആവണ്ട, ലൈറ്റ് കളറായിട്ട് ബ്രൗണിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണും 4 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു 30-40 അല്ലി വെളുത്തുള്ളി, കുറച്ച് വലിപ്പമുള്ളതും 3 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണവും നമുക്ക് ഇതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടത്തരം വലിപ്പത്തിലുള്ള 2 തക്കാളി എടുത്തിരിക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 3 തക്കാളി എടുക്കുക. ചിലപ്പോൾ ചെറിയ നല്ല കുഞ്ഞ് തക്കാളി കിട്ടും. കുഞ്ഞ് തക്കാളി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതല്ല. പിന്നെ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുളിയുള്ള തൈരാവരുത്, ഫ്രഷ് തൈരായിരിക്കണം. അതായത് നമ്മൾ തലേ ദിവസം ഉറവിച്ച് വെച്ചതോ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ വാങ്ങിച്ച അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം. പക്ഷേ യോഗർട്ട് പോലെ ഒട്ടും പുളിയില്ലാത്ത തൈര് ആവരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ലേശം ഒരു പുളിരസം നമ്മുടെ പുലാവിന് കിട്ടണം. അപ്പോൾ തൈര് കുറച്ച് പുളി ഉള്ളതായിരിക്കണം. അത് ഞാൻ അവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണ തെളിയണം. എണ്ണ തെളിഞ്ഞില്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുവരെ നമ്മൾ വഴറ്റണം. അതിനുശേഷം നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് മഷ്റൂമും കോളിഫ്ലവറും ക്യാരറ്റും പൊട്ടറ്റോ ആണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഷ്റൂമും കോളിഫ്ലവറും മാത്രമായിട്ട് ഉണ്ടാക്കാം, ഈ വെജിറ്റബിൾസ് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രോക്കോളി അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുകയാണെങ്കിൽ, എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. എനിക്ക് അങ്ങനത്തെയുള്ള വെജിറ്റബിൾസ് ഒന്നും കൂടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ചേർക്കാം. അപ്പോൾ വെറൈറ്റി ടേസ്റ്റ് വരും. ഇനി അത് നമ്മളൊന്നിങ്ങനെ വഴറ്റണം. അതൊന്ന് എല്ലാ മസാലയോടൊപ്പം ഒന്ന് വഴറ്റി ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ. ഞാനപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നു 1 ടേബിൾ സ്പൂൺ തന്നെ. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മതി. എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂൺ നിറച്ചും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികൾ ഈ പൊടികളുടെ ഒപ്പം വഴറ്റുക. പച്ചക്കറി നമ്മളിന്ന് വഴറ്റിയിരിക്കുന്നത് കൊണ്ടും അത് നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ടും നമ്മൾക്കിത് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും പൊടികൾ. ഈ പൊടികൾ മൂത്ത മണം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് പച്ചവെള്ളമാണ്. പക്ഷേ നമ്മളിവിടെ പച്ചവെള്ളം ഡയറക്റ്റ്
ഈ വഴറ്റിയ മസാലയിലേക്ക് ചേർക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മസാല പച്ചക്കറിയൊക്കെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുവിൽ നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലൊന്ന് ചെറുതായിട്ട് തിള വന്നു തുടങ്ങുകയോ അല്ലെങ്കിൽ ഈ വെള്ളം നന്നായി ചൂടാവുകയോ ചെയ്ത ശേഷം മാത്രം നമ്മൾ ഈ വെജിറ്റബിൾസ് മസാലയൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നേരിട്ടിട്ട് പച്ചവെള്ളം ഈ വഴറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കരുത്. എന്തായാലും ടേസ്റ്റിൽ വ്യത്യാസം വരും. അത് നിങ്ങൾ വേണമെങ്കിൽ 2 തരത്തിലും ചെയ്ത് നോക്കിക്കോ. ഒന്ന് ഇങ്ങനെ നമ്മൾ ചൂടാക്കിയിട്ടുള്ള വഴറ്റിയെടുത്തിട്ടുള്ള മസാലയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചുണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. രണ്ടും നല്ല വ്യത്യാസമായിരിക്കും രുചിയിൽ. ശരിക്കും പറഞ്ഞെങ്കിൽ ആദ്യത്തേതിൽ മസാലകൾ കുഴയും, പക്ഷേ മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചി കൂടുകയാണ് ചെയ്യുക. ഇതേ സമയം തന്നെ ഞാനിവിടെ 2 സവോള വറുത്തെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലാവിൽ ഈ ഭാഗം ഇല്ല, പക്ഷെ നമ്മളത് രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ സവോള വറുത്ത് ഇടില്ല. പിന്നെ നമ്മൾ ബിരിയാണി മസാല ചേർക്കുക. ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, തക്കോലം, സാജീരകം, ജാതിക്കയും ജാതിപത്രിയൊക്കെ വളരെ കുറച്ച് ആണ് ഞാൻ ഈ ബിരിയാണി മസാലയിൽ ചേർത്തിട്ടുള്ളത്. സാജീരകം നിർബന്ധമായിട്ടും ചേർക്കണം. അതാണ് ഞാൻ പുലാവിൽ ചേർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശരിയായ പുലാവല്ല ഞാൻ ഈ കാണിക്കുന്നത്, എന്നാൽ ബിരിയാണി വല്ല കാണിക്കുന്നത്. രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു റൈസാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ പുലാവെന്ന് പറയുന്നു, വെജ് പുലാവെന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ ഇതൊക്കെ അങ്ങനെ വെന്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളാണ്, നമുക്ക് മൂടി വെച്ച് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വേവും. മഷ്റൂമും കോളിഫ്ലവറും ഒക്കെ പെട്ടെന്ന് വേവും. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 കപ്പ് നിറച്ചും ഞാൻ എടുത്തിരിക്കുന്നത് കൈമ അരിയാണ്. അതും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈമ അരി എടുത്തത്. പക്ഷേ ഇതിന് കൈമ അരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ കൈമ അരി എടുത്തത് നല്ലൊരു ഫ്ലേവറുള്ള പുലാവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ 3 കപ്പ് അരി വേവിച്ച ചോറ് ചേർത്താൽ നമുക്ക് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് എളുപ്പം. മറ്റത് പറ്റില്ല എന്നല്ല, പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാ ഭാഗത്തേക്കും റൈസിൻ്റെ മസാല എത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വെജിറ്റബിൾസ്, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മഷ്റൂം മാത്രമേ ഉള്ളൂ, പൊട്ടറ്റോ ക്യാരറ്റ് മാത്രമേ ഉള്ളെങ്കിലൊക്കെ ഈ റൈസ് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഷ്റൂം ഗോബി പുലാവ് ആണിതെങ്കിലും നമുക്ക് എന്ത് പച്ചക്കറി വെച്ചിട്ട് വേണമെങ്കിലും ഇതുണ്ടാക്കാം. വളരെ ടേസ്റ്റാണ് ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് നിർബന്ധമാണ് കേട്ടോ, ഈ അണ്ടിപ്പരിപ്പും പിന്നെ സവോള വറുത്തതൊക്കെ നിർബന്ധമാണ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുക. പിന്നെ ശരിക്കും പറഞ്ഞെങ്കിൽ ഇതിൽ സ്പ്രിംഗ് ഒനിയൻ കിട്ടുകയാണെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ ശരിക്കും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ പുലാവ് ഉണ്ടാക്കുമ്പോൾ സെലറി ഒന്നും ചേർക്കരുത് കേട്ടോ. സെലറിക്കൊരു നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഫ്ലേവർ വരും. പക്ഷേ സ്പ്രിംഗ് ഓനിയൻ നമ്മൾ ഓൾറെഡി ഒരു സവോള ചേർക്കണമാണല്ലോ. സ്പ്രിംഗ് ഓനിയൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു മുളച്ച സവോളയുടെ ഫ്ലേവറാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കപ്പ് നിറച്ച് അരി ഉള്ള ചോറ് നമ്മളിലേക്ക് ചേർത്തു. പലവട്ടമായിട്ടാണ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റൈസ് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ നമ്മൾക്ക് നോൺ വെജുകാരെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നോൺ വെജിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ആദ്യം വേവിച്ചിട്ട് എല്ലിൽ നിന്നും മാറ്റിയെടുത്ത് വെക്കണം. അതുപോലെ ബീഫിന് ഉണ്ടാവില്ല, പക്ഷേ മട്ടൻ ആണെങ്കിലും നമ്മൾ എല്ല് മാറ്റിയെടുക്കണം. അതാണ് നല്ലത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ല് വേവിച്ച വെള്ളത്തിൽ ഈ അരി വേവിച്ചെടുത്താലും നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പുലാവ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.